ഞാൻ ഇന്നിവിടെ വിവിധ മത്സര പരീക്ഷകളൊക്കെ പഠിക്കുന്നവർക്ക് വേണ്ടി ഒരു ജിയോമെട്രി സംബന്ധിച്ച ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് പഠിച്ചാൽ ഇതിൻ്റെ തിയറി മനസ്സിലാക്കിയാലും നിങ്ങൾക്ക് പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിച്ച് ഈ തിയറി പഠിച്ചു കഴിഞ്ഞാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയുണ്ട്. തിയറീസും ഫോർമുലാസും പഠിച്ചാൽ അത് അതിനകത്തിൽ കണക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വളരെ കൃത്യതയോടെ ചെയ്താൽ പിന്നെ നമുക്ക് എളുപ്പം ചെയ്യാവുന്നതാണ്. ഇന്ന് ചതുർഭുജങ്ങൾ അതിനെപ്പറ്റി പഠിക്കാം. ചതുർഭുജം അല്ലെങ്കിൽ ചതുർഭുജങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് എന്ത് പറയും? ക്വാഡ്രിലാറ്ററൽസ്. അതായത് നാല് വശമുള്ള ചിത്രങ്ങൾ. ഒന്ന് സമചതുരം, അതായത് നാല് വശവും തുല്യമായിരിക്കും. സ്ക്വയർ, നാല് വശവും തുല്യമായിരിക്കും. സമചതുരം, സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല, ഏരിയ കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ വശം സ്ക്വയർ. എ ആണ് വശമെങ്കിൽ വശം സ്ക്വയർ, വശം ഗുണം വശം മതി. ഇനി അതിൻ്റെ ചുറ്റളവ് കാണാൻ പെരിമീറ്റർ. ഇത് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. വിസ്തീർണമെന്നും പരപ്പളവെന്നും പറയാം. ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ 4 A, 4 ഗുണം വശമാണ്. 4 ഗുണം വശം, നാല് സൈഡും തുല്യമായിട്ടുള്ളത്. ഇവിടെ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. അപ്പോൾ ഇനി ഒരു ചതുർഭുജത്തിൻ്റെ പ്രത്യേകത എന്തുവാന്ന്? കോണുകളുടെ തുക എപ്പോഴും ഒരു ചതുർഭുജത്തിന് നാല് വശമുള്ള ഏത് ഫിഗറിനെയും ചതുർഭുജം എന്ന് പറയാം. അതിൻ്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. കോണുകളെല്ലാം കൂടെ കൂട്ടുന്നത്. അപ്പോൾ സമചതുരം പഠിച്ചു. ഇനി ചതുരത്തിന് നീളവും കാണും വീതിയും കാണും. ഇതൊക്കെ പറയാം. നീളവും കാണും വീതിയും കാണും. അതായത് നാല് വശം കാണും. അതിൻ്റെ എല്ലാ കോണളവുകളും 90 ഡിഗ്രിയാണ്. ഇത് നീളം, ഇത് വീതി. അതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം കാണാനുള്ള ഫോർമുല ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അത്രയും ചതുരശ്ര യൂണിറ്റ്. മീറ്ററാണ് മീറ്റർ സ്ക്വയർ, സെൻറ്റിമീറ്ററാണ് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കാണാനുള്ള ഫോർമുല 2 × L+D. അത്രയും യൂണിറ്റ്സ്. ഏതാണോ മീറ്ററാണ് മീറ്റർ, സെൻറ്റിമീറ്ററാണ് സെൻറ്റിമീറ്റർ, ഏത് യൂണിറ്റാണ് ചുറ്റളവ് കാണാനുള്ള ഫോർമുല. 4 കോണുകളും തുല്യമാണ്. 4 കോണുകളും 90 ഡിഗ്രി വീതമാണ്. ഇത് ചതുരം. അടുത്തത് നമുക്ക് ഒരു സാമാന്തരികം നോക്കാം. സാമാന്തരികം 4 വശമുള്ള എല്ലാ ഫിഗറുകളെ പറ്റി ജോമെട്രിയാണ് നമ്മൾ പഠിക്കുക. സാമാന്തരികം അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? പാരലലോഗ്രാം. സാമാന്തരികം എന്ന് പറഞ്ഞാൽ ABCD എന്ന് പറയുന്ന ഒരു സാമാന്തരികമാണ്. അപ്പോൾ ഇതിൻ്റെ എതിർ കോണുകൾ തുല്യമായിരിക്കും, എതിർ വശങ്ങൾ പാരലലും ആയിരിക്കും, സമാന്തരമായിരിക്കും. സമാന്തരം എന്താ? ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ. ഇവിടെ ഇതും കൂടെ സമാന്തരമാണ്. അതേ ഡയറക്ഷനുള്ള ചെയ്ത് തുല്യമായിരിക്കും. എതിർവശങ്ങൾ സമാന്തരങ്ങളുമായിരിക്കും. എതിർ കോണുകളും തുല്യമായിരിക്കും. എതിർ കോണുകൾ തുല്യമാണ്, എതിർവശങ്ങൾ തുല്യമാണ്, എതിർവശങ്ങൾ സമാന്തരമാണ്. സമഭുജ സാമാന്തരികം. ഇപ്പോൾ തിയറി പാർട്ടിൽ നിന്ന് പഠിക്കുക, ഫസ്റ്റ് പാർട്ടായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ അത് വെച്ച് ഇതെല്ലാം തിയറി പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് അടുത്ത പാർട്ടായിട്ട് പഠിക്കുക. സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസ് എന്ന് പറയും. അത് 4 സൈഡും തുല്യമായിരിക്കും. 4 സൈഡും തുല്യമായിരിക്കും. AB = BC
എ ബിയും ബി സിയും സി ഡിയും ഡി ഐയും എല്ലാം തുല്യമായിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ആയിരിക്കും. എതിർവശങ്ങൾ പാരലലും ആയിരിക്കും. എതിർവശങ്ങൾ സമാന്തരമായിരിക്കും. 4 സൈഡും തുല്യവുമായിരിക്കും. അങ്ങനെയുള്ള സാമാന്തരികത്തെയാണ് സമഭുജ സാമാന്തരിക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് റോംബസ് എന്ന് പറയുന്നു. ട്രപ്പീസിയം അല്ലെങ്കിൽ ലംബകം. അതായത് 2 വശങ്ങൾ സമാന്തരമായിരിക്കും. 2 വശങ്ങൾ സമാന്തരവും അതിൻ്റെ ആ സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം h ആണ് അതിൻ്റെ ഉന്നതി. അതായത് ഇത് എയും ബിയും ആയാൽ ഇതിൻ്റെ ഏരിയ പരപ്പളവ് വിസ്തീർണം കാണാനുള്ള ഫോർമുല ½ h into a plus b. ½ h into a plus b. അടുത്തത് ഇതിന് ഓരോന്നിനും വിശദീകരിച്ച് പഠിക്കുക. അതായത് ട്രപ്പീസ് അല്ലെങ്കിൽ ലംബകം, സമഭുജ സാമാന്തരിക അല്ലെങ്കിൽ റോംബസ്, പിന്നെ സാമാന്തരിക അല്ലെ പാരലലോഗ്രാം. അതായത് ഇതിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് കാണാനുള്ള ഫോർമുല, ട്രപ്പീസ് ലംബകത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ഫോർമുല ഇത്. ഈ 2 പാരലൽ സൈഡ്സ് കാണും, സമാന്തര വശം കാണും. അവ തമ്മിലുള്ള അകലമാണ് h എന്ന് പറയുന്നത്. ഇത് ഇത്രയും. അതായത് ഇത് എയും ഇത് ബിയും, സമാന്തര വശങ്ങൾ എയും ബിയും ആയാൽ ഇതിൻ്റെ പരപ്പളവ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ½ h into a plus b. എയും ബിയും അതിൻ്റെ സമാന്തര വശങ്ങൾ, 2 വശങ്ങൾ സമാന്തരമായിരിക്കും. ആ സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലമാണ് h. ½ h into a plus b. അതായത് എയും ബിയും 2 സമാന്തര വശങ്ങൾ, 2 വശങ്ങൾ സമാന്തരമായിരിക്കും. ഇനി അതിൻ്റെ പിന്നെ ചുറ്റളവ് കാണാനാണെങ്കിലോ എ ബി സി ഡി എന്നിവ ഈ ലംബകത്തിൻ്റെ വശങ്ങളായാൽ ചുറ്റളവ് കാണാൻ എല്ലാം കൂടെ കൂട്ടിയാൽ മതി. a plus b plus c plus d. അത്രയും യൂണിറ്റ്സ്. ഇവിടെ ചതുരശ്ര യൂണിറ്റ് ½ h into a plus b. എയും ബിയും ഒരു ലംബകത്തിൻ്റെ ട്രപ്പീസത്തിൻ്റെ സമാന്തര വശങ്ങളായിരിക്കും. 2 വശങ്ങൾ സമാന്തരമായിരിക്കും. മറ്റേത് അങ്ങനെ ആകണമെന്നില്ല. ഇത് ചിത്രം വേണം ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ 2 വശങ്ങൾ സമാന്തരമാണ്. അപ്പം അതിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല എ ബി സി ഡി എന്നിവ വശങ്ങളായാൽ a plus b plus c plus d. അടുത്തത് റോംബസ് അല്ലെ സമഭുജ സാമാന്തരികം. അതായത് D1 D2 അതിൻ്റെ വികരണങ്ങളായാൽ ഒന്ന് D1ഉം ഒന്ന് D2. സമഭുജ സാമാന്തരികം എങ്ങനെയാണ്? സമാന്തരമായിരിക്കും, എതിർവശങ്ങൾ സമാന്തരമായിരിക്കും, എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അതിനെയാണ് റോംബസ് അല്ലെ സമഭുജ സാമാന്തരികം. അതിനകത്ത് തന്നെ സമഭുജ, എതിർവശങ്ങൾ സമാന്തരമായിരിക്കും, പിന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അതിൻ്റെ ചുറ്റളവ് കാണാൻ 4 into a, 4 ഗുണം വശം. a വശമായാൽ 4 ഗുണം വശം. ഇനി സാമാന്തരികം അല്ലെങ്കിൽ പാരലലോഗ്രാം. അതിൻ്റെ വിസ്തീർണം പരപ്പളവ് കാണാനുള്ള ഫോർമുല ബി പാദവും h അതിൻ്റെ ഉന്നതിയുമായാൽ, അതായത് ബി എച്ച് പാദവും ഉന്നതിയും തന്നാൽ അതിൻ്റെ പിന്നെ ഇത് എയും ഇത് ബിയും ആയാൽ 2 into a plus b ആണ് അതിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല. ഇനി സമചതുരമാണെങ്കിൽ ഒരു സമചതുരം എല്ലാ വശവും തുല്യമാണ്, സ്ക്വയർ. അങ്ങനെ വന്നാൽ വിസ്തീർണം കാണാനുള്ള ഫോർമുല എ സ്ക്വയർ വശം സ്ക്വയർ ചുറ്റളവ് കാണാൻ ഉള്ള ഫോർമുല 4 ഗുണം വശം. പെരിമീറ്റർ ഏരിയ പരപ്പളവ്. അതായത്
ഇതെല്ലാം തുല്യമായിരിക്കും. എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഇതെല്ലാം 90 എല്ലാം. പിന്നെ ചതുരം ലെങ്ത് ബ്രെഡ്ത്ത്, അതിൻ്റെ വിസ്തീർണം കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അത്രയും ചതുരശ്ര യൂണിറ്റ്. എപ്പോഴും വിസ്തീർണം പരപ്പളവിൻ്റെ ചതുരശ്ര യൂണിറ്റ്. മീറ്റർ ആണ് മീറ്റർ സ്ക്വയർ, സെൻറ്റിമീറ്റർ ആണ് സെൻറ്റിമീറ്റർ സ്ക്വയർ. ചുറ്റളവ് കാണാൻ 2 × L+B. എല്ലാം അതിൻ്റെ നീളവും ബി അതിൻ്റെ വീതിയും. ലെങ്ത് ബ്രെഡ്ത്ത്. ഇവിടെ എതിർവശങ്ങൾ തുല്യമായിരിക്കും. ഇത് രണ്ടും എതിരാണ്, ഇത് രണ്ടും എതിരാണ്. തുല്യമായിരിക്കും. എല്ലാ കോണുകളും തുല്യമായിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ഈ 4 സൈഡുള്ള ഫിഗർ, അതായത് ഈ ചതുർഭുജങ്ങളെ പറ്റി പറഞ്ഞു തരാനുള്ള ഈ ക്ലാസ്. ഈ ഫോർമുലാസ്, ഈ ഫിഗർ മനസ്സിൽ വെച്ചിട്ട് തിയറി പഠിക്കുക. ഈ ഫോർമുലാസ് എല്ലാം ബൈഹാർട്ടാക്കുക. ബൈഹാർട്ടാക്കിയാൽ നമുക്ക് ഇപ്പോൾ എന്താ തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പഠിക്കുകയോ വേണ്ടു. ഫോർമുലകളെല്ലാം ബൈഹാർട്ടാക്കുക. ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് എപ്പോഴും അത് പറഞ്ഞ് എഴുതി പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തൊക്കെയാണെന്ന് ഓരോ ടേമൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഫലപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.